പ്രകൃതിയുടെ സൗന്ദര്യം തേടിയുള്ള യാത്ര ആരംഭിക്കുകയാണ്. ചേർത്തല BTCയുടെ ഉല്ലാസയാത്രയിലാണ് ഇന്നത്തെ യാത്ര. എറണാകുളത്തിന്റെ ഹൃദയഭാഗമായ കുണ്ടന്നൂർ ജംഗ്ഷൻ, അവിടെ നിന്നുമാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര തുടങ്ങുന്നത്. ഇന്ന് ഞങ്ങൾ പുറപ്പെട്ടിരിക്കുന്നത് ചേർത്തല BTCയുടെ ഉല്ലാസയാത്രയിലേക്കാണ്. പ്രകൃതിയുടെ അത്ഭുതങ്ങൾ ഒളിപ്പിച്ചിരിക്കുന്ന ചില മനോഹരമായ ഇടങ്ങളിലേക്ക്. യാത്രകൾ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് മാത്രം പോകുന്നതല്ല, ഒരുമിച്ച് ചില മനോഹര നിമിഷങ്ങൾ ജീവിച്ചെടുക്കുന്നതുമാണ്. ഈ ബസ്സിനുള്ളിൽ ഇരിക്കുന്നത് വെറും യാത്രക്കാരല്ല, ഇന്നത്തെ ദിവസത്തെ ഓർമ്മകളാക്കി മാറ്റാൻ ഒരുമിച്ച് കൂടിയ ഒരു കൂട്ടം മനസ്സുകളാണ്. പാട്ടുകളും ഡാൻസുകളും സൗഹൃദവും സന്തോഷവും നിറച്ച് ഈ യാത്ര മുന്നോട്ടു പോകുമ്പോൾ ലക്ഷ്യസ്ഥാനങ്ങളെക്കാൾ മനോഹരം ആ യാത്രയിൽ കൂടെയുള്ള മനുഷ്യരാണ്. ഈ യാത്രയുടെ കോർഡിനേറ്റർമാർ രാജേന്ദ്രൻ ചേട്ടനും ഗിരീഷ് ചേട്ടനുമാണ്. കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം പ്രഭാതത്തിന്റെ ആദ്യ ഇടവേള, പ്രകൃതിയുടെ മടിത്തട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന ജംഗിൾ ഫീസ്റ്റ് എന്ന മനോഹരമായ ഇടത്ത് ഒരു രുചികരമായ ബ്രേക്ക്ഫാസ്റ്റ്. ജനാലക്കപ്പുറം പ്രകൃതി അതിൻ്റെ സൗന്ദര്യം വിരിച്ചിടുമ്പോൾ ബസ്സിനുള്ളിൽ മറ്റൊരു ആഘോഷം തുടങ്ങുകയാണ്. ഒരേ മനസ്സിനെയും ഒരേ താളത്തിൽ ചേർക്കാൻ ഇനി ഉണരുന്നത് പാട്ടുകളുടെ ശബ്ദം. പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ടിൽ പ്രകൃതി സ്വന്തം കൈകളാൽ വരച്ചതുപോലെ തോന്നുന്ന ഒരു അത്ഭുത ഭൂമി, അതാണ് ഭൂതത്താൻകെട്ട്. പേരിൽ ഒരു രഹസ്യം, കാഴ്ചയിൽ ഒരു വിസ്മയം, കഥകളിൽ ഇന്നും ജീവിക്കുന്ന ഒരു വിശ്വാസം. പണ്ടൊരിക്കൽ പെരിയാർ നദിയുടെ ഒഴുക്ക് തടയാൻ ഭൂതങ്ങൾ ഒറ്റ രാത്രിയിൽ പാറകൾ ചേർത്ത് കെട്ടിയതാണെന്ന് അവിടുത്തെ നാട്ടുകാർ പറയുന്ന കഥ. അങ്ങനെ ജനിച്ച പേര് ഭൂതത്താൻകെട്ട്. ഞാൻ പാട്ട് പാടിയിട്ട് 2 സെന്റൻസ് പറയാം. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ. ഇത് പണ്ടെന്നെ തേച്ചിട്ട് പോയ ഒരാൾക്ക് വേണ്ടിയിട്ട് പാടുന്നതാണ്. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ, ഇനിയും നിൻ കഥ പറയൂ. അർത്ഥനിലീലിമഴികളിലൂറും അശ്രുബിന്ദുവൻ സ്വപ്നബിന്ദു. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ, ഇനിയും നിൻ കഥ പറയൂ, നീ പറയൂ. ആഴിശമാമ്പരത്തിൻ നിറമായി
ഏകയായി കേൾപ്പൂ ഞാൻ സ്വനം താവാകാൻ താരുട്ടുമായി ദൂരേതോ കാനനത്തിൽ താരും തളിരും മിഴിപൂട്ടി താഴെ ശ്യാമാംബരത്തിൻ നിറമായി തന്നാരം പാടുന്ന സന്ധിക്കു ഞാനൊരു പട്ടുഞൊറിയിട്ട കോമരമാകും. ഇടതൂർന്ന കാടുകളുടെ ഹൃദയങ്ങളിലൂടെ പ്രകൃതിയുടെ ശ്വാസം തൊട്ടറിയുന്ന ഈ വനപാതയിൽ ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ഓരോ വളവും പുതിയ കാഴ്ചകൾ സമ്മാനിക്കുമ്പോൾ ആവേശം കൂടി വരുന്നു. അങ്ങനെ കുറച്ചു ദൂരം പിന്നിട്ട് ഞങ്ങൾ എത്തിച്ചേരുന്നു വടാട്ടുപാറയിലേക്ക്. പാറകളും പുഴകളും കാടുകളും ചേർന്ന് പ്രകൃതി വരച്ചു വെച്ച മനോഹരമായ ക്യാൻവാസ്. ഞങ്ങൾ വടാട്ടുപാറയിലെത്തിയിരിക്കുകയാണ്. അതിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. എറണാകുളം ജില്ലയിലെ പ്രകൃതി സ്നേഹികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു മനോഹരമായ ഇടമാണ് വടാട്ടുപാറ. പച്ചപ്പിൽ മുങ്ങിയ മലനിരകളും ശുദ്ധമായ കാറ്റും മഴക്കാലത്ത് കൂടുതൽ മനോഹരമാകുന്ന ചെറിയ ജല ഒഴുക്കുകളും ഈ സ്ഥലത്തെ വ്യത്യസ്തമാക്കുന്നു. നഗരജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് കുറച്ചു സമയം മാറി കുടുംബത്തോടോ സുഹൃത്തുക്കളോടൊപ്പം പ്രകൃതിയോട് ചേർന്ന സമയം ചെലവഴിക്കുവാൻ അനുയോജ്യമായ ഇടമാണത്. ഫോട്ടോഗ്രാഫിക്കും വീഡിയോ ചിത്രീകരണത്തിനും വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത്. കേരളത്തിൻ്റെ പ്രകൃതി സൗന്ദര്യം അടുത്തറിയാൻ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട സ്ഥലങ്ങളിൽ ഒന്നാണ് വടാട്ടുപാറ. പാറകളെ തഴുകി താഴോട്ട് പതിക്കുന്ന തെളിഞ്ഞ വെള്ളച്ചാട്ടങ്ങൾ, ആ തണുത്ത വെള്ളത്തിൽ ആനന്ദത്തോടെ കുളിച്ച് ആഘോഷിക്കുന്ന സഞ്ചാരികൾ, ഒരു വശത്തെ പ്രകൃതിയുടെ സംഗീതം പോലെ ഒഴുകുന്ന ജലധാര, മറുവശത്ത് ആ കാഴ്ചകൾ ആസ്വദിച്ച് ശാന്തമായിരിക്കുന്ന യാത്രക്കാർ. കയ്യിൽ തൊടുമ്പോൾ തന്നെ തണുപ്പറിയുന്ന അതിസ്വച്ഛമായ വെള്ളം, മനസ്സിലെ ക്ഷീണവും തിരക്കുകളും ഒറ്റ നിമിഷം മാറുന്നൊരനുഭവം. ഇവിടെ എത്തുമ്പോൾ മനസ്സിലാകും, ചില യാത്രകൾ കാഴ്ചകൾ കാണുവാൻ മാത്രമല്ല, പ്രകൃതിയെ അനുഭവിക്കാനാണ്. വടാട്ടുപാറ ഒരിക്കലെത്തിയാൽ വീണ്ടും വരാൻ തോന്നുന്ന പ്രകൃതിയുടെ ഒരു സുന്ദര സമ്മാനം. പ്രകൃതിയുടെ തണുപ്പും ഒഴുകുന്ന വെള്ളത്തിൻ്റെ സംഗീതവും മനസ്സിൽ ഒരുപിടി മനോഹര നിമിഷങ്ങളും സമ്മാനിച്ച് വടാട്ടുപാറയിലെ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഓർമ്മകളിൽ നീണ്ടു നിൽക്കുന്ന കാഴ്ചകളും വീണ്ടും ഒരിക്കൽ തിരികെ വരണമെന്ന ആഗ്രഹവും ബാക്കി വെച്ച് ഈ മനോഹരമായ സ്ഥലത്ത് നിന്നും താൽക്കാലികമായി ഇവിടെ പറയുന്നു.